ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു ടെമ്പിളാണ്. അതായത് ജെയിൻ ടെമ്പിൾ കാണാനാണ് ഇന്നത്തെ ഈ യാത്ര. അതിമനോഹരമായ ജയ്പൂർ ശൈലിയുടെ ശില്പങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു ചെറിയ കുന്നിൻ്റെ മേളിലാണ് ഈ ഒരു ടെമ്പിൾ ഉള്ളത്. അപ്പം മേളിലോട്ട് നമുക്ക് വണ്ടിയിൽ തന്നെ പോകാവുന്നതാണ്. പക്ഷേ ഇതുപോലെ ഓഫ് റോഡ് ആയിരിക്കും, കുറച്ച് കല്ലും മണ്ണൊക്കെ ഉള്ള. അങ്ങനെ ഞങ്ങൾ ഏകദേശം ടോപ്പ് എത്തി. ഇനി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടന്ന് വേണം നമ്മൾ പോകാൻ. ഏകദേശം ഒരു 300 മീറ്റേഴ്സ് നമ്മൾ നടക്കേണ്ടതാണ്. അപ്പോൾ ഈ സ്ഥലം എവിടെയാണ്, ഏതാണെന്ന് എല്ലാ വിവരങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടത്. ജസ്റ്റ് ഒരു 200 മീറ്റേഴ്സ് നടക്കുമ്പോഴേക്കും നമുക്ക് ടെമ്പിൾ കാണാൻ പറ്റും. ഇപ്പം കണ്ടില്ലേ, ഇവിടെ ഒത്തിരി കെട്ടിടങ്ങൾ ഇനിയും കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഫിനിഷിംഗ് ആയിട്ടില്ല. ഇവിടെ ഒരു വലിയ മാങ്ങമരം ഉണ്ട്, ഒത്തിരി മാങ്ങ കായ്ച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി ഈ ഒരു കയറ്റവും കൂടി കയറിക്കഴിഞ്ഞാൽ നമുക്ക് ടെമ്പിൾ കാണാൻ പറ്റും. ആ കാണുന്നതാണ് നന്ദി ഹിൽസ്. നിങ്ങൾ കേട്ട് കാണും, ബാംഗ്ലൂരിലത്തെ ഏറ്റവും ഫേമസ് ആയ ഒരു ഹില്ലാണ് നന്ദി ഹിൽസ്. അപ്പം ഒരു ദിവസം നമുക്ക് അവിടേക്കും പോവാം. ഇവിടെ കാണാൻ നമുക്ക് ഒരു 3-4 ജൈൻ ടെമ്പിൾസ് ഉണ്ട്. ആ കാണുന്നതും ഒന്നാണ്. അപ്പം നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ് പോയിന്റ് ഒന്ന് കണ്ടുകൊണ്ട് എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാം. ഈ കാണുന്നത് ഇവിടെ പുതിയതായി കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജൈൻ ടെമ്പിളാണ്. കണ്ടില്ലേ, വലിയൊരു ടെമ്പിളാണ്. പുറത്തൊന്നും ഇനിയും ഫിനിഷിംഗ് ആയിട്ടില്ല. പക്ഷേ ടെമ്പിളിൻ്റെ ഇൻസൈഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കയറി ചെല്ലാവുന്നതാണ്. കണ്ടില്ലേ, പുറത്തൊക്കെ ഇനിയും ഒത്തിരി ഫിനിഷിംഗ് വർക്ക് ബാക്കിയുണ്ട്. അപ്പം ഇത് മൊത്തം കെട്ടിത്തീരുമ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇവിടുത്തെ വർക്ക് തീരാൻ ഇനിയും കുറച്ച് ദിവസം കൂടി എടുക്കും എന്നാണ് തോന്നുന്നത്. ഇപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ബാംഗ്ലൂരിലത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ദൂരെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്കിനി ടെമ്പിളിൻ്റെ അകത്ത് ചെല്ലാം. നല്ല ശാന്തമായ പ്രകൃതി ഭംഗിയും പിന്നെ തെളിഞ്ഞ ആകാശവും കണ്ട് കുറച്ച് സമയം ചെലവഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ സ്ഥലം നിങ്ങൾക്ക് പറ്റിയതാണ്. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ള ദേവനഹള്ളിയിലാണ്. അതായത് ബാംഗ്ലൂരിൽ നിന്ന് ജസ്റ്റ് ഒരു 35 കിലോമീറ്റേഴ്സിൻ്റെ ദൂരെ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിൽ വരാവുന്നതാണ്. ഈ ജൈൻ ടെമ്പിൾസിൽ നമ്മൾ ഒത്തിരി ഫോക്കസ് ചെയ്യാവുന്ന കാര്യമാണ് ഇതുപോലത്തെ വ്യത്യസ്തമായ ഒത്തിരി ശില്പങ്ങളും പിന്നെ ആ ടെമ്പിളിൻ്റെ ആ ഒരു ആർക്കിടെക്ചർസും. കണ്ടില്ലേ, എത്ര വ്യത്യസ്തമായിട്ടാണ് അതിൻ്റെ ഡോറ് പോലും അവർ നിർമ്മിച്ചേക്കുന്നതെന്ന്. അതായത് ടെമ്പിളിൻ്റെ ഓരോ ഭാഗത്തിലും നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു സ്പിരിച്വാലിറ്റിയാണ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. കണ്ടില്ലേ, ജൈനമതത്തിൻ്റെ സ്പിരിച്വൽ ലീഡറായ മഹാവീരനും പിന്നെ വേറെയും കുറേ സ്പിരിച്വൽ ലീഡേഴ്സിൻ്റെ പ്രതിമകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ജൈനമതത്തിൽ 24 തീർത്ഥാങ്കരാസാണ് ഉള്ളത്. തീർത്ഥാങ്കരാസ് എന്ന് വെച്ചാൽ സ്പിരിച്വൽ ലീഡർ എന്നാണ്. അതായത് ഈ 24 സ്പിരിച്വൽ ലീഡേഴ്സ് അവരുടെ അതികഠിനമായ സ്പിരിച്വൽ ലൈഫ് കൊണ്ട് പുനർജനിച്ച് ഈ ലോകത്തിന് തന്നെ വെളിച്ചം നൽകിയ മഹാന്മാരാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ ഗാർഡിയനോട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. फोर्थ का वर्धमान महावीर है, 23 का पाशा 23 का पाशा भगवान 23 नाम आसना 24 लास्ट 24 तीर्थंकर जैन ऊपर क्या తెలుగు వస్తుందా? జైన మతం వచ్చి మనం గురువులు అంటాము, తీర్థంకులు అంటారు అన్నమాట. ఆ జైన మతాన్ని స్థాపించిన వ్యక్తి వచ్చి ఫస్ట్ ఆదినాథ స్థాపకుడు వ్యవస్థాపకుడు వృషభనాథుడు. అంటే వృషభనాథుడు అంటారు అన్నమాట, ఆదినాథుడు అంటారు. ఆది అంటే మొదటివాడు ఫస్ట్ అని. 24 వచ్చి వర్ధమాన మహావీరుడు. 23వ వ్యక్తి వచ్చి
పార్శ్వనాథ్ కింద ఒక టెంపుల్ ఉంది కదా, కింద అది పార్శ్వనాథ్, అది 23వ తీర్థం. ఏమంటే ఇవి ఎక్కువగా వీళ్ళు 23వ తీర్థం కన్నా తర్వాత వర్ధమాన మహావీరుని ఎక్కువగా మనము జైన మతం అంటే గుర్తుకొచ్చేది వీళ్ళిద్దరే. మనం బుక్స్ లో చదివిండేది സ്ഥാപിച്ചിന്റെ വ്യക്തി വർദ്ധമാന മഹാവീരുടെ പാർശ്വനാഥൻ. അതായത് ഇവർ പറയുന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗുരുക്കന്മാരെന്ന് പറയുന്നത് പോലെ ഈ ജൈനമതത്തിലുള്ളവർ തീർത്ഥങ്കരസ് എന്നാണ് പറയുന്നത്. അതായത് 24 തീർത്ഥങ്കരാസാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് അതായത് ആദീശ്വരനും പിന്നെ 23ഉം 24മത്തവരായ പാർശ്വനാഥനും പിന്നെ വർദ്ധമാന മഹാവീരനെയാണ് എല്ലാവരും കൂടുതലായി അറിയപ്പെടുന്നത്. ഈ കാണുന്നതാണ് ആദ്യത്തെ ഗുരുവായ ആദീശ്വർ ഭഗവാൻ. ടെമ്പിള് ഫുള്ളായിട്ടും മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്, കണ്ടില്ലേ? അപ്പം നമുക്കിനി അടുത്ത ടെമ്പിളിലേക്ക് പോവാം. ആദ്യത്തെ ഗുരുവായ ഭഗവാൻ ഋഷഭ്ദേവാണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു നല്ല വ്യൂ പോയിന്റും കൂടി ഉണ്ടെന്നറിഞ്ഞും നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. കണ്ടില്ലേ, എവിടെ നോക്കിയാലും നല്ലൊരു ഗ്രീനറിയാണ്. പിന്നെ മൊത്തം ദേവനഹള്ളി സിറ്റി തന്നെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. അപ്പം ബാംഗ്ലൂരിൽ നിന്ന് നന്ദി ഹിൽസ് പോകുന്നവരാണെങ്കിൽ ജസ്റ്റ് അതുവഴി പോകുമ്പോൾ എളുപ്പത്തിൽ കാണാവുന്ന ഒരു ടെമ്പിളാണ്. ബന്ദയ കണ്ടില്ലേ, അവിടെയും നമുക്കൊരു ജൈൻ ടെമ്പിൾ കാണാൻ പറ്റുന്നുണ്ട്. മൊത്തം ദേവനഹള്ളി സിറ്റിയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നത്, കണ്ടില്ലേ? അപ്പം ഈ കാണുന്നതാണ് നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ കണ്ടിരുന്ന ടെമ്പിൾ. അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ചെന്ന് കാണാം. കണ്ടില്ലേ, ഈ ഒരു ടെമ്പിൾ ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള മാർബിൾസ് കൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ടും നിർമ്മിച്ചേക്കുന്നത്. ദേവൻഹള്ളിയിലെ ഒരു പ്രസിദ്ധമായ ജെയിൻ ടെമ്പിളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് മൊത്തം മാർബിൾ കൊണ്ടുള്ള ഒരു വർണ്ണവിസ്മയമാണ് ഇവിടെ. ഈ ടെമ്പിളിൽ നോർത്ത് ഇന്ത്യൻ ശൈലിയുടെ ആർക്കിടെക്ചറാണ് അവർ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഓരോന്നും എത്ര മനോഹരവും വ്യത്യസ്തമായ ആർക്കിടെക്ചർസ് ആണെന്ന്. അപ്പം നമുക്കിനി അകത്ത് ചെല്ലാം. അപ്പോൾ ഈ കാണുന്നതാണ് 23ാം തീർത്ഥാങ്കരനായ പാർശ്വനാഥ് ഭഗവാൻ. കണ്ടില്ലേ, ടെമ്പിളിൻ്റെ അകത്തും പുറത്തും നമുക്ക് ഒത്തിരി വ്യത്യസ്തമായ ഡിസൈൻസാണ് കാണാൻ പറ്റുന്നത്. അതായത് രാജസ്ഥാനി ശൈലിയുടെ ഡിസൈൻസാണ് ഓരോന്നും, കണ്ടില്ലേ? വളരെ ശാന്തമായ ഈ സ്ഥലത്ത് ഒത്തിരി പോസിറ്റിവിറ്റിയാണ് നമുക്ക് വന്ന ഉടനെ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അതുമാത്രമല്ല, സ്പിരിച്വാലിറ്റി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ വന്നിരുന്ന് ധ്യാനം ചെയ്യാനും പിന്നെ നല്ല ഒരു സമയം ചെലവഴിക്കാനും പറ്റിയ ഒരു സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. എല്ലാ ഗുരുവിനെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാവുന്നതാണ്, കണ്ടില്ലേ? എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് അവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമുക്ക് സത്യത്തിൽ രാജസ്ഥാനിലുള്ള ഒരു ഫീലാണ് ഇവിടെ വന്നാൽ കിട്ടുന്നത്. കാരണം ഇവിടുത്തെ ഓരോ ആർക്കിടെക്ചേഴ്സാണ് അത്രയ്ക്കും മനോഹരമായ രാജസ്ഥാനി ഡിസൈൻസാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഈ ടെമ്പിൾ പീസ്ഫുള്ളായിട്ട് മാത്രമല്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് ടെമ്പിൾ ഫുള്ളായിട്ടും വൈറ്റ് ആൻഡ് ഓറഞ്ച് ഷെയ്ഡുള്ള മാർബിൾസ് ആണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്.
ഇതുപോലെയുള്ള ജൈൻ ടെമ്പിൾസ് നമുക്ക് കൂടുതലായും കാണാൻ പറ്റുന്നത് ഹിൽസും പിന്നെ മൗണ്ടൻസിലാണ്. അതായത് അവർ ചൂസ് ചെയ്യുന്നത് ഒത്തിരി പീസ്ഫുള്ളും പിന്നെ കാമായ ഏരിയാസും മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ജൈൻ ടെമ്പിൾസിൽ നമുക്ക് കൂടുതലായും ആ ഒരു പീസ്ഫുൾനെസ് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കോടി ശിവലിംഗങ്ങളെ കാണാൻ പറ്റുന്ന കോടിലിംഗേശ്വരം ടെമ്പിളിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അവിടുന്ന് തിരിച്ചു വരുമ്പോഴാണ് ഇങ്ങനെയൊരു കംപ്ലീറ്റ് മാർബിൾസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ജൈൻ ടെമ്പിളും കൂടി ഉണ്ടെന്നറിഞ്ഞത്. അപ്പം ഇവിടെയും വന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചു. എന്തായാലും വന്നത് ലോസ് ആയില്ല, അത്രയ്ക്കും നല്ലൊരു ടെമ്പിളാണ്. അപ്പം എനിക്കറിയാവുന്ന എല്ലാ വിവരങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിലുള്ള ജൈൻ ടെമ്പിൾസ് കണ്ടിട്ടുണ്ടെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായ മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.